ഹലോ ഡിയേഴ്സ്, ഇന്ന് നമുക്ക് എളുപ്പത്തിലൊരു വെണ്ടയ്ക്ക പച്ചടി ഉണ്ടാക്കിയെടുത്താലോ. അതിനായിട്ട് അരക്കപ്പ് തൈര് ഞാൻ എടുത്തിട്ടുണ്ട്. ഇവിടെ അധികം ക്വാണ്ടിറ്റി വേണ്ടാത്തത് കൊണ്ടാണ് അരക്കപ്പ് എടുത്തേക്കുന്നത്. നിങ്ങൾക്ക് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ ഒരു കപ്പോ കൂടുതലൊക്കെ എടുക്കാവുന്നതാണ്. സ്പൂൺ കൊണ്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. സ്പൂൺ കൊണ്ട് ബീറ്റ് ചെയ്താൽ മാത്രം മതിയാവും. അപ്പം നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്ത് ഇതുപോലെ മാറ്റി വയ്ക്കാം. ഇനി ഒരു പാനിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എണ്ണ ചൂടായി വരുമ്പോൾ ഒരല്പം കടുകും കുറച്ച് ഉലുവ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഒരു 2 ചെറിയ ഉള്ളി ചോപ്പ് ചെയ്തത് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ഒരു പച്ചമുളക് ചോപ്പ് ചെയ്തത് കൂടി ഇട്ട് കൊടുക്കാം. ഈ ഒരു സമയത്ത് നിങ്ങളുടെ കയ്യിൽ കരിവേപ്പില ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി ഞാനൊരു 3 വെണ്ടയ്ക്ക ചെറുതായിട്ട് അരിഞ്ഞത് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/4 ടീസ്പൂൺ മുളക് പൊടിയും ചേർത്ത് ആ പൊടികളുടെ പച്ചമണം ഒന്ന് മാറി കിട്ടുന്നത് വരെ ലോ ഫ്ലെയിമിൽ 1 മിനിറ്റ് ഒന്ന് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി 5 മിനിറ്റ് നമുക്കൊന്ന് അടച്ചു വെച്ച് വേവിക്കണം. ലോ ടു മീഡിയം ഫ്ലെയിമിൽ തന്നെ നമുക്ക് വേവിച്ചെടുത്താൽ മതിയാവും. അപ്പോൾ അത് 5 മിനിറ്റ് കഴിഞ്ഞപ്പം വെണ്ടയ്ക്ക നന്നായിട്ട് വെന്ത് നന്നായിട്ട് മൊരിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇനി നേരെ നമുക്ക് തൈരിലോട്ട് ഇട്ട് കൊടുക്കാവുന്നതാണ്. അപ്പോൾ എളുപ്പത്തിൽ വെണ്ടയ്ക്ക പച്ചടി റെഡിയായി കഴിഞ്ഞു. ചോറിൻ്റെ കൂടെ അടിപൊളി സൈഡ് ഡിഷാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ ഈ വെണ്ടയ്ക്ക പച്ചടി എല്ലാവർക്കും ഇഷ്ടമായി എന്ന് പ്രതീക്ഷിക്കുന്നു. എൻ്റെ ഈ ചാനലിൽ ഈസി റെസിപ്പീസ് ഒക്കെയാണ് ഞാൻ കൂടുതലും ഇടാൻ ശ്രമിക്കുന്നത്. ബാച്ചിലേഴ്സിനും അതുപോലെ തന്നെ സ്റ്റാർട്ടിംഗ് ആയിട്ട് കുക്കിംഗ് ഒക്കെ പഠിക്കുന്നവർക്ക് ഹെൽപ്ഫുൾ ആവുന്ന രീതിയിലുള്ള വീഡിയോസ് ഒക്കെ ഞാൻ ഇടാൻ ശ്രമിക്കുന്നതായിരിക്കും. അപ്പോൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. തൊട്ടടുത്തുള്ള ബെല്ലൈക്കനും അതിൽ ഓൾ എന്ന് പറയുന്ന ഒരു ഓപ്ഷനും കൂടെ എനേബിൾ ചെയ്യാൻ മറക്കരുത്. അടുത്തൊരു ഈസി റെസിപ്പി ആയിട്ട് വീണ്ടും കാണുന്നത് വരെ ബൈ.